നിറഞ്ഞു. അതുകൊണ്ട് അവരുടെ ദുഷ്ടത കാരണം ഭൂമിക്ക് സൽക്കർമ്മങ്ങൾ കുറഞ്ഞു. ഭൂമിക്ക് അവരുടെ ഭാരം സഹിയാതെ വന്നതുകൊണ്ട് ബ്രഹ്മദേവനോട് ചെന്ന് സങ്കടമുണർത്തിച്ചപ്പോൾ ബ്രഹ്മദേവനും പരമേശ്വരനും ഭൂമിദേവിയും മറ്റ് ദേവതമാരെല്ലാവരും ചെന്ന് സാക്ഷാൽ വൈകുണ്ഠവാസിയായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആ ദുഷ്ട രാജാക്കന്മാരൊക്കെ നശിപ്പിച്ച് ഭൂമിയിൽ ഉണ്ടായ സങ്കടം തീർക്കാനാണ് ഇവിടെ ഭഗവാൻ ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് പേരുന്നത്. എന്നാലും നമുക്ക് ആ സമയക്ലപ്തത പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്താൻ സാധിക്കുമ്പോഴേ ആ കുട്ടികളെയൊക്കെ ഉണ്ണിക്കണ്ണന്മാരുടെ പേര് പിന്നീട് അറിയിക്കാം. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം. ഇവിടെ ചോദിക്കണം, അതായത് ഇന്നേ ദിവസം പാരായണം ചെയ്തിട്ട് 7 വർഷമായിട്ട് നമ്മൾ ഒരു മുടക്കമില്ലാതെ നടന്നു പോകുന്ന ഈ 7 പേരും പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കഥകൾ തന്നെയായിരിക്കും. മഹാഭാഗവതത്തിൽ നിന്നുള്ള ആ കഥകൾ മാത്രമേ എല്ലാവരും പറയുള്ളൂ. അല്ലാതെ പുറത്ത് നിന്ന് ന്യൂസ് പേപ്പർ വായിച്ചിട്ട് അത് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഈ കഥകൾ മാത്രം, ആ ബാലലീലകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഓരോക്കെ നമ്മളെ എങ്ങനെയായിരുന്നു, നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെ വളർന്ന് നടക്കുന്നു, എങ്ങനെ മറിഞ്ഞു വീഴുന്നു, മുട്ടിലിടയുന്നു, അതുപോലെ മുല കൊടുക്കുന്ന അമ്മമാർക്കറിയാം ഇതിന്റെ പല്ലൊക്കെ എപ്പോഴാണ് വന്നതെന്നുള്ള കാര്യം കൃത്യമായിട്ടൊരു കടി കിട്ടുമ്പോൾ അറിയാൻ സാധിക്കില്ലേ. ഇതിനൊക്കെ പല്ല് കൊടുത്തു, ഇനി ഇവരെ മുല കൊടുക്കലൊക്കെ നിർത്തണം, അല്ലെങ്കിൽ നിഷേധിയായി പല്ല് കടിച്ച് ഇതാക്കുമെന്നൊക്കെ നമ്മുടെ മുല കൊടുത്തിട്ടുള്ള അതായത് നന്ദന്റെ ഭാര്യയായിട്ടുള്ള ആ യശോദാമ്മയില് നീ ജനിക്കുക. എന്നിട്ടോ ഇവിടുന്ന് നമ്മൾ പരസ്പരം മാറ്റപ്പെടും. അത് നീ ദേവിയായിട്ട് ജനിച്ചു കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ഓരോ ഭക്തന്മാർക്കും ആയിരിക്കേണ്ടതാണെന്ന് കൂടി പറഞ്ഞ് ആണ് യോഗമായ ആ ദേവിയെ ഇവിടെ യശോദാമ്മയുടെ ഗർഭത്തിലാക്കുന്നത്. അങ്ങനെ കംസന് വന്ന് കണ്ടപ്പോഴ് ഗർഭം ധരിച്ചിട്ടുള്ള ദേവകി ദേവിയെ കണ്ടപ്പോൾ ഇതുപോലെ ഒരു ഗർഭം ധരിച്ച അല്ലെങ്കിൽ 7 ഗർഭം ധരിച്ചപ്പോഴും മനസ്സിലായി എന്നെ കൊല്ലാനായിട്ട് എന്റെ കാലനായിട്ടുള്ള ദേവിയുടെ നാരായണൻ വന്ന് ഇവിടെ ജനിക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് അവൾക്ക് ഇത്ര തേജസ് മുഖത്തിനൊക്കെ വന്നിട്ടുള്ളത് എന്ന് കണ്ട് ഓ